ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി ഓണം. ഇത് ഇന്നലത്തെ വീഡിയോ കേട്ടോ. എനിക്ക് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടിയത്. ഞങ്ങൾ രാവിലെ എല്ലാവരും കുളിച്ചൊരുങ്ങി ഞങ്ങളുടെ വീടിനടുത്തുള്ള മിക്ക അമ്പലങ്ങളും പോയിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ നാട്ടിലെ മരത്തടി അമ്പലം കേട്ടോ. അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ട് സദ്യ കഴിക്കാനായിട്ടോ. 9:58 ആയതുകൊണ്ട് അവിടെ എല്ലാ കൊല്ലവും ഈ ടൈമിൽ സദ്യ കൊടുക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ വർഷങ്ങൾ കൊണ്ട് ഇവിടുന്ന് കേട്ടോ സദ്യ കഴിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ നാട്ടിലെ കുറേ ആൾക്കാർക്ക് ഇത് അറിയില്ലെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഷോപ്പിൽ വരുന്ന ആൾക്കാരോട് നമ്മൾ പറയുമ്പോൾ ഇങ്ങനൊരു സദ്യ, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പോലും അവർ അറിയുന്നത് അന്നേരം കേട്ടോ. അപ്പോൾ അവരൊരു അടുത്ത വർഷം ഞങ്ങളും എന്തായാലും പോകും എന്നൊക്കെ പറയും. കുറച്ച് പേരെ കാണത്തുള്ളൂ കേട്ടോ. കാരണം ഈ തിരുവോണ ദിവസം എല്ലാവരും വീട്ടിൽ സദ്യ ഉണ്ടാക്കുള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. നമ്മൾ ആ അമ്പലത്തിൽ നിന്ന് ആ ഒരു സദ്യ കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം കേട്ടോ കഴിക്കാനായിട്ട്. ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് ഒരു 3 മണി വരെ പിന്നെ ഷോപ്പിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കൊട്ടിയത്തോട്ടോ പോകുന്നത്. ഇഷാനി ചേച്ചിക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഒരു 3:30 മണിയായപ്പോൾ അവിടുത്തെ സദ്യയും കഴിച്ചു കേട്ടോ. നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എല്ലാവരും. കാരണം നമ്മൾ സാധാരണ ഇത്രയും ഡിലേ ആവാറില്ലായിരുന്നു. ഇപ്രാവശ്യം ഷോപ്പിൽ അത്യാവശ്യം തിരക്കുള്ളതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാനും താമസിച്ചിട്ടുണ്ട്. അല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നില്ല. പച്ചടിയും കിച്ചടിയും ഒക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അല്ലിയാണെങ്കിൽ ഞാൻ സാധാരണ അല്ലി ഇത്രയും ചോറ് കഴിക്കാറില്ല കേട്ടോ. പക്ഷേ സാമ്പാറൊക്കെ കൂട്ടി ആൾ നല്ല രീതിയിൽ ചോറൊക്കെ കഴിച്ച് നല്ല രസമുണ്ടായിരുന്നിട്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും മിസ് ചെയ്യും. കാരണം ആ ഒരു ടൈമിൽ എല്ലാവരുടെയും കൂടി ഇരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നല്ല മഴയായിരുന്നു കേട്ടോ. പിള്ളേരാണെങ്കിൽ വീട്ടിൽ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ഒന്ന് ലുല്ലു മാളിൽ കൊണ്ടുപോയി. കാരണം വേറെ എവിടെയും നമുക്ക് ബീച്ചിലോ ഒന്നും പോകാൻ പറ്റത്തില്ല. കാരണം നല്ല മഴയായിരുന്നു. പിന്നെ ലുല്ലു മാളിൽ പോയി അവരുടെ ആ ഒരു പ്ലേ ടൈം ആയിരുന്നു ഫുൾ. എനിക്കൊന്ന് 2 മണിക്കൂറോളം കളിയായിരുന്നു. നിന്ന് എൻ്റെ കാല് കഴിച്ചു. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്കൊന്നും ഇരിക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. അത്രയ്ക്ക് തിരക്കായിരുന്നു. അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന് അപ്പം ടാറ്റാ ബൈ, സീ യു.